ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അടവി ബിരിയാണി ഹട്ടിലാണ്. കോന്നി ചാങ്കൂർമുക്കിനാണ്. അടവി ബിരിയാണി ഹട്ടിൽ ഇനി മുതൽ പായസവും അതേപോലെ രുചിപ്പുരയുടെ ഉദ്ഘാടനവും. നമുക്ക് ഉദ്ഘാടനത്തിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് പോയാലോ? വാ. ഈ കറികൾ തൂക്കി വിൽപ്പനയ്ക്ക് അതെങ്ങനെയാ കറി? അതാണ് നീ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തതിന്റെ രുചിയിടത്തിന്റെ പ്രത്യേകത. അതിനാണ് നമ്മുടെ അടവി രുചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നിട്ട് അപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല ഇപ്പൊ എത്ര എങ്ങനെ ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു അളവ്. ഇപ്പൊ പണ്ട് നമ്മള് മേടിക്കാറുണ്ട്. പല രീതിയിലായിരുന്നു. ഇപ്പൊ പണ്ട് നമുക്ക് എടുത്ത ഒരു കണ്ണളവിനൊക്കെ തരുമല്ലായിരുന്നു. ഇപ്പൊ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാം തൂക്കി തന്നെയല്ലേ തരുന്നത്. ആ ഒരു സിസ്റ്റം ഞാനും ഫോളോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പം ഒരു വീട്ടിലെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം 1 കിലോ ചിക്കൻ ഫ്രൈ 700. അപ്പോൾ ഇത്ര പീസുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ സപ്പോസ് ഒരാൾ വരും, അവർക്ക് ഒരു നേരം കഴിക്കാനുള്ളത് മതി, നമ്മൾ കൊടുക്കുന്നുണ്ട്. 120 രൂപ, 170 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് എറണാകുളം സൈഡുകളിൽ അങ്ങനെയുണ്ട്, പലയിടത്തുണ്ട്. ഇപ്പോൾ വെളിയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പുതുമ, അടവിയിൽ എന്തെങ്കിലും ഒരു പുതുമ, അതാണ് രുചിപ്പുര. കാണുകയും ചെയ്യാം. നിങ്ങൾ കാഴ്ചയിൽ കണ്ടുകൊണ്ട് പിന്നെ പ്രത്യേകം ഇപ്പോഴത്തെ ഇത് കണ്ടില്ല, നമ്മുടെ ബിരിയാണിയൊക്കെ എപ്പോഴും ചൂടോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഉണ്ടല്ലേ ആവി. ഓക്കെ, ബിരിയാണിക്ക് എപ്പോഴും ഇവിടെ തിരക്കാ കേട്ടോ. ദം ബിരിയാണി ടൈം ആവുന്നേ ഉള്ളൂ. സ്പെഷ്യൽ ദം ബിരിയാണി. ഇത് ഞാൻ വെളിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇതിന്റെ പേര് ബെയിൻ മേരി എന്നാണ്. ഇത് നമ്മുടെ പിന്നെ ഫുഡുകളൊക്കെ എപ്പോഴും ഫ്രഷോടുകൂടി ചൂടോടുകൂടി ഫ്രഷോടുകൂടി ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നീ പറഞ്ഞില്ലേ എറണാകുളത്ത് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ചൂട് ഈ സാധനമുണ്ട്, ചൂടുണ്ട്. അപ്പോൾ ഏത് സമയത്ത് വന്നാലും ആൾക്കാർ തണുത്ത ഫുഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ഈ വന്ന നേരത്തെ അങ്ങനെയാണല്ലോ എല്ലാവർക്കും എപ്പോഴും ചൂടോടിരിക്കും. കണ്ടില്ലേ, വെള്ളത്തിനകത്ത് ആവിക്കാത്ത എപ്പോഴും ചൂടോടിരിക്കും അല്ലേ. അതാണ് ഇതിന്റെ പ്രത്യേകത. കറികളെല്ലാം ഇതില്ല, എല്ലാ കറികളും എല്ലാ ഫ്രൈ ഐറ്റംസ് കറികൾ, എല്ലാ കപ്പ വേവിച്ചത് എല്ലാം കണ്ടില്ലേ, എല്ലാം ഫ്രഷ് ആയിട്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അടവി ബിരിയാണി ഹട്ടിന്റെ ഓണസദ്യയുടെ ഉദ്ഘാടനം, അതായത് പായസത്തിന്റെ ഇന്ന് മുതൽ ഇവിടെ പായസം കിട്ടിത്തുടങ്ങും. നിങ്ങൾക്ക് ഇത് കണ്ടോ, 1 ലിറ്ററിന്റെ പായസമാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്നതാണ്. ഇതിന് 250 രൂപയാണ്. ഇത് 1/2 ലിറ്ററിൻ്റെ പായസമാണ്, 150 രൂപയ്ക്കും. അതേപോലെ നിങ്ങൾക്ക് ഗ്ലാസ്സിലും നമ്മൾ പോകുമ്പോൾ കാണാം, ഈ വഴിയുടെ സൈഡിലൊക്കെ ഗ്ലാസ്സിൽ പായസം കിട്ടുന്നു. അതേപോലെ ഇനിയും തൊട്ട് അടവിയിൽ വന്നാലും നിങ്ങൾക്ക് പായസം കുടിക്കാം. 30 രൂപയ്ക്ക് ഒരു ഗ്ലാസ് പായസമാണ് എല്ലാ ദിവസവും കിട്ടും അല്ലേ. അടപ്രഥമനാണ് രാവിലെ 11 മണി മുതൽ അല്ലേ. രാവിലെ 11 മണി മുതൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഈ പായസം ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഒരു വർഷം, അതായത് കഴിഞ്ഞ വർഷം ആണ് നമ്മൾ പയനാമണിൽ അച്ഛൻ ഉണ്ടായിരുന്നു. എങ്കിലും ചാങ്കൂർമുക്കിന് കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇനാഗ്രേഷൻ ചെയ്ത് തുടങ്ങിയത്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം? പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കാണുന്നില്ല. നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയില്ല, രുചിപ്പുരയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ നമ്മൾ വിറകടുപ്പിന്റെ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കുഴപ്പമില്ലാത്ത രീതിയിലല്ലേ ഇപ്പോൾ പോകുന്നത്. തിരക്കാണ് കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാം. രാത്രി 11 മണി വരെ നല്ല തിരക്കാണ്. വൈകിട്ടത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ, റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഉച്ചയ്ക്കത്തെ ബിരിയാണിക്ക് ദം ബിരിയാണി.